കമ്മിറ്റിಯ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുധാകരനാണ്. ഇവರು ಸಂಸ್ಥಾನ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರಾದ ನಾರಾಯಣ ಹೊಳತೂರು, ಇವರು ಜಿಲ್ಲಾ ಕಮಿಟಿ ಕಾರ್ಯದರ್ಶಿಯಾದ ಹುಸೇನ್ ಬೇರ್ಕ, ಅದೇ ರೀತಿ ಟ್ರೆಷರರ್ ಆದ ಮತ್ತು ಸಮರ ಸಮಿತಿ ಚೇರ್ಮನ್ ಆದ ವಿನೋದ್ ಕುಮಾರ್, ನಮ್ಮ ಮಂಜೇಶ್ವರ ಏರಿಯಾ ಕಮಿಟಿಯ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಹರಿಶೆಟ್ಟಿ, ವಿಶಂಬರೇಖ, ವೇಣುಗೋಪಾಲ್ ಶೆಟ್ಟಿ ನಾವೆಲ್ಲ ಸೇರಿಕೊಂಡು ಕಳೆದ 19ನೇ ತಾರೀಕಿನಿಂದ ಮಾಡಿದೆವು. ಅಲ್ಲಿಂದ ಏನು ಫಲ ಸಿಗಲಿಲ್ಲ. 19ನೇ ತಾರೀಕಿಗೆ ನಾವು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯನ್ನು ಟೋಟಲ್ ಆಗಿ ಸ್ತಂಭನೆ ಮಾಡಿ ಇಲ್ಲಿ ನಾವು ಉಪವಾಸ ಸತ್ಯಾಗ್ರಹಕ್ಕೆ ಇಳಿದಿದ್ದೇವೆ. ಏಕೆಂದರೆ ಒಂದು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಮಾತ್ರ, ಬಾಕಿ ಜಿಲ್ಲೆಗಳಲ್ಲಿ ಇಲ್ಲದ ಒಂದು ತೀರ್ಮಾನವನ್ನು ಕಲೆಕ್ಟರ್ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ತಗೊಂಡಿದ್ದಾರೆ. ಅದರ ಮೇಲೂ ಮಂಜೇಶ್ವರ ತಾಲೂಕಿಗೆ ಒಂದು ವಿಶೇಷವಾಗಿ ಆರ್ಡರನ್ನು ಇಳಿಸಿದ್ದಾರೆ. ಮಂಜೇಶ್ವರ ತಾಲೂಕಿನಲ್ಲಿ ವಿಲೇಜ್ ಆಫೀಸರ್ಗಳನ್ನು ಇಳಿಸಿ ಗಾಡಿಯನ್ನು ರೈಡ್ ಮಾಡಿ ಹಿಡಿಯುವುದು, ಮನೆಯನ್ನು ಸೀಸ್ ಮಾಡುವುದು, ಒಂದು ಕ್ರೂರವಾಗಿ ವರ್ತಿಸ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ಜಿಲ್ಲಾಧಿಕಾರಿಯವರ ಈ ಕ್ರೂರ ವರ್ತನೆಯನ್ನು ಧಿಕ್ಕರಿಸಿಕೊಂಡು ಇದಕ್ಕೆದುರಾಗಿ ಅದರ ಧಿಕ್ಕಾರಪರವಾದ ಅವರ ತೀರ್ಮಾನವನ್ನು ಅವರು ಹಿಂಪಡಿಬೇಕು. ಮಂಜೇಶ್ವರ ಕಾಸರಗೋಡಿನಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಇರುವ ಒಂದು ಜಿಲ್ಲೆ ತಾಲೂಕು, ಇದೇನು ಪಾಕಿಸ್ತಾನದಲ್ಲಿ ಇರುವಂಥದ್ದಲ್ಲ. ಆದ್ದರಿಂದ ಮಂಜೇಶ್ವರ ತಾಲೂಕಿಗೆ ಪ್ರತ್ಯೇಕವಾಗಿ ಇಳಿಸಿದ ಈ ತೀರ್ಮಾನವನ್ನು ಹಿಂಪಡಿಬೇಕು. ನಮ್ಮೆಲ್ಲ ಕೇಳಿಕೆಗಳನ್ನು ನಮ್ಮ ಕೇಳಿಕೆಗಳು ಒಂದು ಬಾಕಿ ಜಿಲ್ಲೆಗಳಲ್ಲಿ 2-3 ದಿವಸಗಳಲ್ಲಿ ಒಂದು ಗಾಡಿಯನ್ನು ಹಿಡಿದ್ರೆ ಬಿಡುವ, ಒಂದು ಫೈನ್ ಹಾಕಿ ಬಿಡುವ ವ್ಯವಸ್ಥೆ ಇದೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ 40ರಿಂದ 60 ದಿವಸ ಗಾಡಿಯನ್ನು ಹಿಡಿದಿಟ್ಟು ನಮ್ಮನ್ನು ಅಲೆದಾಡಿಸ್ತಾ ಇದ್ದಾರೆ. ಇದನ್ನೆಲ್ಲ ಹಿಂಪಡಿಬೇಕು. ಗಾಡಿಯನ್ನು ಹಿಡಿದ್ರೆ 2-3 ದಿವಸಗಳ ಒಳಗೆ ಗಾಡಿಯನ್ನು ಬಿಟ್ಟುಕೊಡಬೇಕು. ನಮಗೆ ಪರ್ಮಿಟ್ ಕೊಡುವಂತಹ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಬೇಕಂತೇಳಿ ಕೇಳಿಕೊಂಡು ನನ್ನ ಮಾತುಗಳನ್ನು ನಿಲ್ಲಿಸಿದೆ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. Hello, Dr. Srikanth. Sir. I am ACP Dhanraj from Mumbai Police Narcotics. Sir. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടല്ലേ താമസിക്കുന്നത്? അതെ സർ. എന്താ കാര്യം? നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇല്ല സർ, എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല. ലുക്ക് ഡോക്ടർ, പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും? ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സാർ, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ്. വി വാണ്ട് ടു വെരിഫൈ ദം. ഓക്കെ സർ.
ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂം ഇട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ? സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. Then please wait. We want to contact NIA Delhi headquarters. Don't cut the call. Good morning, sir. NIA headquarters, Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number 867146516271. Please check the Aadhaar and reply. Sir, please wait. Let me check. This other number was included in a case. The case number is 231/24. On Mr. Srikanth. PAN number is B1VP 7676 in Kerala State. Please specify the case. Some amount has been credited to his bank account through narcotic business. Oh, okay, thank you. ലുക്ക് ഡോക്ടർ, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ലുക്ക് ഡോക്ടർ, നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. സാർ എനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ഓക്കെ ഡോക്ടർ, അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ. സാർ അത് ഒന്നില് 7 ലക്ഷവും ഒന്നില് 40 ലക്ഷം രൂപയാണുള്ളത് സാർ. ഓക്കെ ഡോക്ടർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. കോൾ കട്ട് ചെയ്യരുത്, റൂം വിട്ട് പുറത്തു പോകരുത്. ഓക്കെ? Hello, Reserve Bank Headquarters. ഐ ആം ACP Dhanraj ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ്. ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. ഓ ഓക്കെ. ഡോക്ടർ ശ്രീകാന്ത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ, അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ? ഓക്കെ സാർ, ക്യാരി ഓൺ വിത്ത് വെരിഫിക്കേഷൻ. ഓക്കെ, എങ്കിൽ റിസർവ് ബാങ്കിന്റെ 2171726173 എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ സാർ, ചെയ്യാം. ആയിട്ടുണ്ട് സാർ. നമസ്കാരം. നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത്. യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത്. സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത്. ഉടനെ 1930 വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ജാഗ്രത പാലിക്കുക. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം, പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം കൂടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക്, പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം മനസ്സിലാക്കണം. നല്ല മഴയാണ്, ചുറ്റിലും വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളത്തിൽ പെട്ടാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കണ്ണദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്. അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിലൊരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം. അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ്. അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ, അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക, നേരെ മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക, ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്നുള്ളത്. നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിറകുവശത്ത് കൂടെ മാത്രം പോവുക. പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. പുറകിലൂടെ പിടിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലൊരാൾ മുങ്ങിത്താഴുകയാണെങ്കിൽ നമ്മൾ പിറകുവശത്ത് കൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക. കഴുത്തിൻ്റെ മേലോട്ട് ഉയർത്തുന്നതിനെന്ന് വെച്ചാൽ ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം, കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറകുവശത്ത് കൂടെ പോകുന്നത്. കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പിറകുവശത്തെ കൂടെ പോകുന്നു. നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തെ കൈ ഉപയോഗിച്ച് കഴുത്ത് മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും. ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും. ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും. എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ പിന്നെ അപകടങ്ങളിലെ കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ സാർ, ഈ മുടി പിടിച്ച് വലിക്കുക, സാരി കൊടുക്കുക, അങ്ങനെയുള്ള സാരി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുമോ? മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം. വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം. അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് CPR ആണ് കൊടുക്കേണ്ടത്. CPR കൊടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്താണ് കൊടുക്കേണ്ടത്. ശരീരത്തിലെ അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറിയിട്ടുള്ള സ്tomachലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക. അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അയാളുടെ പൾസ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ബ്രീത്ത് കൊടുക്കുക. വെള്ളത്തിൽ വീണ ആൾക്ക് ആദ്യം 5 ബ്രീത്താണ് കൊടുക്കേണ്ടത്. അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട് വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക. ഒരു 5 ബ്രീത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാരിയലിൽ അവസാനിക്കുന്ന പോയിൻ്റായ സ്റ്റെർണം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് 2 കൈകളും വെച്ചുകൊണ്ട് 30 കംപ്രഷൻ
ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും വാരിയൽ താഴത്തക്ക രീതിയിൽ 30 കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 5 ബ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് 1 മിനിറ്റിൽ 100 തവണ ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് 5 സൈക്കിളായിട്ട് 100 തവണയെങ്കിലും ചെയ്യണം. ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് CPR, ഇതിനകത്ത് കൊടുക്കുന്ന CPR. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം, അതുപോലെ CPR എല്ലാം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ണദാസൻ സാർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ്, അപ്പോൾ സാർ പറഞ്ഞു തന്നു. അപ്പോൾ സാർ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗ്രീൻ മാംഗോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞതെന്നാണ്. അപ്പോൾ സാറേ താങ്ക് യു. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.